ഹായ്, MSW032 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. 032 സോഷ്യൽ വർക്ക് ആൻഡ് ക്രിമിനൽ ജസ്റ്റിസ്. അടുത്ത പ്രീവിയസ് ക്വസ്റ്റ്യൻ, വിസിറ്റോറിയൽ സിസ്റ്റം ഇൻ ഇന്ത്യ. അപ്പോൾ എന്താണ് വിസിറ്റോറിയൽ സിസ്റ്റം? വിസിറ്റോറിയൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു പ്രിസൺ അല്ലെങ്കിൽ കറക്ഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രിസണേഴ്സ് ആയിട്ട് കുറേ ആളുകളുണ്ട്, അതുപോലെ പ്രിസൺ സ്റ്റാഫുകളുണ്ട്, അതിനൊരു അഡ്മിനിസ്ട്രേഷൻ അതോറിറ്റിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരെ സർപ്രൈസ് ആയിട്ട് അല്ലെങ്കിൽ മാസത്തിൽ ഒരു തവണ വീതം വിസിറ്റ് ചെയ്ത് ഇൻസ്പെക്ഷൻ ചെയ്ത് സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടി എത്തുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളാണ് ഈ വിസിറ്റോറിയൽ സിസ്റ്റത്തിലെ മെമ്പേഴ്സ്. ഇതിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിരിക്കും. ഇതിൽ ഒഫീഷ്യൽ ആൻഡ് നോൺ ഒഫീഷ്യൽ ആയിട്ടുള്ള മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. ഇവരെന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം വിസിറ്റ് ചെയ്യും. വിസിറ്റ് ചെയ്തിട്ട് ഇവർ ഫീഡ്ബാക്ക് എടുക്കും. പ്രിസണേഴ്സിൻ്റെ കയ്യിൽ നിന്നുള്ള ഫീഡ്ബാക്ക് ആയിരിക്കാം, സ്റ്റാഫിൻ്റെ കയ്യിൽ നിന്നുള്ള ഫീഡ്ബാക്ക് ആയിരിക്കാം. അങ്ങനെ അഡ്മിനിസ്ട്രേഷനിലുള്ള ലൂപ്പ് ഹോൾസും അവിടുത്തെ പ്രശ്നങ്ങളും എല്ലാം എന്ത് ചെയ്യും, ഗവൺമെൻറ്റിൻ്റെ മുന്നിലേക്ക് എത്തിക്കുകയാണ് ഈ വിസിറ്റോറിയൽ സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം പ്രിസണേഴ്സിൻ്റെ വെൽഫെയർ ആണ്. അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സോ എന്തെങ്കിലും ഹരാസ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിലോ എന്തെങ്കിലും തരത്തിലുള്ള വയലേഷൻസ് അവരുടെ റൈറ്റ്സിന്മേൽ ഉണ്ടാവുകയോ ഒക്കെ ചെയ്യുന്നെങ്കിൽ ഇതൊക്കെ അവർ റിപ്പോർട്ട് ചെയ്യും. ടോർച്ചർ ചെയ്യാൻ സമ്മതിക്കത്തില്ല, അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെയാണ് കൊണ്ട് ചെയ്യുന്നത്. ബോർഡ് ഓഫ് വിസിറ്റേഴ്സ് എന്ന് പറയുന്ന ഈ മെമ്പേഴ്സിനെയാണ് പറയുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ബോർഡ് ഓഫ് വിസിറ്റേഴ്സ് സെൻട്രൽ പ്രിസൺ, ഡിസ്ട്രിക്ട് പ്രിസൺ, സബ് പ്രിസൺ എന്നിങ്ങനെ 3 രീതിയിലുണ്ട്. ഈ 3 പ്രിസൺസിനും ബോർഡ് ഓഫ് വിസിറ്റേഴ്സ് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഇതിൽ സെൻട്രൽ പ്രിസൺത്തിൻ്റെ ഓഫീസർ എന്ന് പറയുന്നത് സൂപ്രണ്ടന്റ് ഓഫ് പോലീസ് ആയിരിക്കും, അല്ലെങ്കിൽ കളക്ടർ ആയിരിക്കും ഈ ബോർഡ് ഓഫ് വിസിറ്റേഴ്സ് കൊടുത്തിരിക്കുന്നത്. അതിൽ ചെയർപേഴ്സൺ ആയിട്ട് വരുന്നത് ഡിസ്ട്രിക്ട് പ്രിസൺ ആണെങ്കിൽ കളക്ടർ ആയിരിക്കും, സബ് ജയിലുകളുടെ കാര്യമാണെങ്കിൽ ഡിവിഷണൽ ഓഫീസർ ആയിരിക്കും, അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് ആയിരിക്കും. ഇനി അവരുടെ ഫങ്ഷൻസ് ആൻഡ് ഡ്യൂട്ടീസും ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, വായിക്കാം. പേഴ്സൺസ് വിസിറ്റോറിയൽ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് പേഴ്സൺസ് അപ്പോയിന്റഡ് ബൈ ഗവൺമെന്റ് ടു വിസിറ്റ് ആൻഡ് സൂപ്പർവൈസ് prison and prisoners condition. They also help prison system to get cooperation of unity. കമ്മ്യൂണിറ്റികളായിട്ടുള്ള NGO പോലെയുള്ള സൊസൈറ്റികൾ പ്രിസൺസിൽ ഒരു വിശ്വാസം വരാനും ഈ വിസിറ്റോറിയൽ സിസ്റ്റം വഴി സാധിക്കും. അപ്പോൾ പ്രിസൺസിൻ്റെ കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള ഒരു തെളിവാണ്. അതുകൊണ്ട് തന്നെ NGOയും മറ്റ് കമ്മ്യൂണിറ്റികളും ഒക്കെ എന്ത് ചെയ്യും, ഈ കറക്ഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും കൂടെ അംഗീകരിക്കും. ഹെൽപ്സ് ഇൻ റീഇൻറ്റഗ്രേഷൻ ടു സൊസൈറ്റി. ആ പ്രിസണേഴ്സിനെ എല്ലാം അവരുടെ സൊസൈറ്റിയിലേക്ക് തിരിച്ചു വരുമ്പോൾ അവരെ അംഗീകരിക്കത്തക്ക വ്യക്തികളാക്കി മാറ്റുന്നത് എന്താണ്, ഈ വിസിറ്റോറിയൽ സിസ്റ്റമാണ്. ബോർഡ് ഓഫ് വിസിറ്റേഴ്സ്. സ്റ്റേറ്റ് പ്രൊവൈഡ് ഫോർ ഫോർമേഷൻ, ഫങ്ഷനിങ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് ബോർഡ് ഓഫ് വിസിറ്റേഴ്സ്. ഈ ബോർഡ് ഓഫ് വിസിറ്റേഴ്സിന് ആവശ്യമായ പണം ചെലവാക്കുന്നത് സ്റ്റേറ്റ് ആണ്. അതിൻ്റെ ഫോർമേഷൻ ആയിക്കോട്ടെ, ഫങ്ഷനിങ് ആയിക്കോട്ടെ, മാനേജ്മെന്റ് ആയിക്കോട്ടെ, എല്ലാത്തിനും ചെലവ് വഹിക്കുന്നത് ആരാണ്, സ്റ്റേറ്റ് ആണ്. സെൻട്രൽ പ്രിസണിനും ഡിസ്ട്രിക്ട് പ്രിസണിനും സബ് പ്രിസണിനും വെവ്വേറെ ബോർഡ് ഓഫ് വിസിറ്റേഴ്സ് ഉണ്ട്. അവിടെ എല്ലാം ബോർഡ് ഓഫ് വിസിറ്റേഴ്സ് ആരുടെ പെർമിഷനോട് കൂടിയാണ്, വിത്ത് പെർമിഷൻ ഓഫ് സൂപ്പറിൻറ്റൻഡന്റ് ഓഫ് പോലീസ് ആൻഡ് ബൈ കളക്ടർ ആൻഡ് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്. അപ്പം സൂപ്പറിൻറ്റൻഡന്റ് ഓഫ് പോലീസ് എവിടുത്തെയാണ്, സെൻട്രൽ ജയിലിൻ്റെയാണ്, സെൻട്രൽ പ്രിസണിൻ്റെയാണ്. കളക്ടർ എവിടുത്തെയാണ്, ഡിസ്ട്രിക്ട് പ്രിസണിൻ്റെയാണ്. ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എവിടുത്തെയാണ്, സബ് ഡിവിഷണലാണ്, സബ് ജയിൽസിൻ്റെയാണ്. ഓക്കെ, നോൺ ഒഫീഷ്യൽ ആൻഡ് ഒഫീഷ്യൽ വിസിറ്റേഴ്സ് ഉണ്ട്. അതിൽ ഒഫീഷ്യൽ വിസിറ്റേഴ്സിൽ പോലീസ് ഓഫീസേഴ്സും പ്രധാനപ്പെട്ട ഓഫീസേഴ്സ്, NHRCയുടെ ചെയർപേഴ്സൺ അങ്ങനെയൊക്കെയുള്ളവരാണ് ഒഫീഷ്യൽ വിസിറ്റേഴ്സ്. നോൺ ഒഫീഷ്യൽ ആയിട്ടുള്ളത് പള്ളിയിൽ അച്ഛന്മാർ, സോഷ്യൽ വർക്കേഴ്സ് ഒക്കെ നോൺ ഒഫീഷ്യൽ വിസിറ്റേഴ്സ് ആയിരിക്കും. ചെയർപേഴ്സൺ ഡിസ്ട്രിക്ട് പ്രിസൺ ആണെങ്കിൽ ചെയർപേഴ്സൺ ആരായിരിക്കും, കളക്ടർ ആയിരിക്കും. സബ് ജയിലാണെങ്കിൽ ചെയർപേഴ്സൺ ആരായിരിക്കും, സബ് ഡിവിഷണൽ ഓഫീസർ അല്ലെങ്കിൽ സിറ്റി മജിസ്ട്രേറ്റ് ആയിരിക്കും. അറ്റ്ലീസ്റ്റ് 1 വിസിറ്റ് പെർ മന്ത്, ഒരു മാസം മിനിമം ഒരു വിസിറ്റെങ്കിലും നടത്തിയിരിക്കണം. മീറ്റിങ്ങോ വൺസിൻ്റെ ക്വാർട്ടർ, 4 മാസത്തിൽ ഒരിക്കലായിരിക്കും മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത്. പ്രിസൺ വിസിറ്റ് ചെയ്യുന്നത് മാസത്തിലൊരിക്കൽ, ബോർഡ് ഓഫ് വിസിറ്റേഴ്സിൻ്റെ മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നത് 4 മാസത്തിൽ ഒരിക്കൽ. ക്വാർട്ടർ അല്ലേ, 3 തോന്നുന്നു, 4 അപ്പോൾ 3 മാസത്തിൽ ഒരിക്കൽ. ഡ്യൂട്ടീസ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് പ്രിസൺ വിസിറ്റേഴ്സ്. അവരുടെ ഡ്യൂട്ടീസ് ആൻഡ് ഫങ്ഷൻസ് എന്തൊക്കെയാണ്, പ്രധാനമായിട്ടും അവരുടെ എല്ലാ തരത്തിലുള്ള നീഡ്സ്, ബേസിക് നീഡ്സ്, അതായത് ഹൈജീൻ, മെഡിക്കൽ കെയർ, ഹെൽത്ത് കെയർ, മെൻ്റൽ
ആൻഡ് ഫിസിക്കൽ റീസ്റ്റോറേഷൻ ആൻഡ് റിഫോർമേഷൻ, പിന്നെ ഫുഡ്, വാട്ടർ, ഷെൽട്ടർ, ഹൈജീനിക് ആയിട്ടുള്ള ബെഡിങ്, ഇതെല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ അവരുടെ റൈറ്റ്സ്, അക്യൂസ്ഡിൻ്റെ റൈറ്റ്സ് ആയിക്കോട്ടെ, പ്രിസണേഴ്സിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് ആയിക്കോട്ടെ, ഒന്നും തന്നെ ഹനിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സും ഹനിക്കാൻ പാടില്ല. അതൊക്കെ വിസിറ്റേഴ്സിൻ്റെ ഡ്യൂട്ടി, വിസിറ്റിംഗ് ബോർഡിൻ്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, ഡ്യൂട്ടീസ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് പ്രിസൺ വിസിറ്റേഴ്സ്. വിസിറ്റ് ഓൺസ് ഇൻ എ മന്ത്, ഒരു മാസത്തിൽ ഒരിക്കൽ വിസിറ്റ് ചെയ്യുക. കൺഫേം ഓൾ ലോ ആൻഡ് റൂൾസ് regulating the management of prison and prisoners are clearly carried out in the prison. പ്രിസണിലെ എല്ലാവിധ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഫോളോ ചെയ്താണ് ഒരു പ്രിസൺ മുന്നോട്ട് പോകുന്നതെന്ന് ഉറപ്പുവരുത്തുക. ഇന്റർവ്യൂ പ്രിസണേഴ്സ് ആൻഡ് ഹിയർ ദെയർ പ്രോബ്ലംസ്. ഓരോ പ്രിസണറിനെ ഇൻഡിവിജ്വലായിട്ട് കേൾക്കുക, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട്. ഇൻസ്പെക്ട് ബുക്ക്, റെക്കോർഡ് ആൻഡ് പേപ്പർ കണക്ട് ടു അഡ്മിനിസ്ട്രേഷൻ ഓഫ് പ്രിസൺ. ഒരു പ്രിസണിൻ്റെ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള പേപ്പറും ബുക്കും റെക്കോർഡ്സും ഒക്കെ പരിശോധിക്കാൻ ആർക്ക് പറ്റും? ബോർഡ് ഓഫ് വിസിറ്റേഴ്സിന് പറ്റും. വെദർ ബേസിക് നീഡ്സ് ഓഫ് പ്രിസൺ, ഫുഡ്, ക്ലോതിങ്, ബെഡിങ്, സാനിറ്റേഷൻ, ഹൈജീൻ ആൻഡ് ഫുൾഫിൽഡ്. ബേസിക് നീഡ്സ് ഒക്കെ ഫുൾഫിൽ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കും. ഡെഫിഷ്യൻസീസ് ആർ ബ്രോഡ് ടു നോളജ് അറ്റ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ നോളജിലേക്ക് എന്ത് കൊണ്ടുവരും? ഡെഫിഷ്യൻസീസ് എല്ലാം ശ്രദ്ധയിൽപ്പെടുത്തും. നോട്ട് അലൗഡ് ഓൺ സൺഡേസ് ഓർ എനി അതർ ഹോളിഡേയ്സ്. ഹോളിഡേയ്സിലോ സൺഡേസിലോ അലൗ ചെയ്യത്തില്ല. റെമിഷൻ ആർ ഗിവൺ വിത്ത് ട്രൂത്ത്ഫുൾമെന്റ്. എന്താണ് റെമിഷൻ? നല്ല നടപ്പിന് വേണ്ടിയിട്ട് ശിക്ഷ ഇളവ് ചെയ്തു കൊടുക്കുന്നതാണ് റെമിഷൻ. അപ്പോൾ ഇത് അർഹതപ്പെട്ടവർക്ക് തന്നെയാണ് നൽകുന്നതെന്ന് ഉറപ്പുവരുത്തുന്നതും ബോർഡ് ഓഫ് വിസിറ്റേഴ്സ് ആണ്. എവരി വിസിറ്റർ ഈസ് റിക്വയർഡ് റെക്കോർഡ് ഇൻ വിസിറ്റേഴ്സ് ബുക്ക് ടൈം, ഡേറ്റ് ആൻഡ് റിമാർക്ക് ടു ബി നോട്ടഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെന്റ്. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ് നോട്ട് ചെയ്യേണ്ട റിമാർക്കുകളെല്ലാം എഴുതണം. അതുപോലെ തന്നെ ഡേറ്റും ടൈമും ഒക്കെ വിസിറ്റേഴ്സ് എന്തിൽ എഴുതണം? റെക്കോർഡിംഗ് വിസിറ്റേഴ്സ് ബുക്ക്, വിസിറ്റർ ബുക്കിനകത്ത് റെക്കോർഡ് ചെയ്യപ്പെടണം. ഓക്കെ, ഇത്രയാണ് മെയിൻ പോയിന്റ്സ്. ഈ ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ എല്ലാവർക്കും നന്നായിട്ട് എഴുതാൻ പറ്റട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. നോട്ട്സ് ക്ലിയർ ആയിട്ട് ഇടുന്നുണ്ടേ. വിസിറ്റോറിയൽ സിസ്റ്റം ഇൻ ഇന്ത്യ, ബോർഡ് ഓഫ് വിസിറ്റേഴ്സ്, മെയിൻ പോയിന്റാണ് ഈ കാണിച്ചിരിക്കുന്നത്. അടുത്തതായിട്ട് ഡ്യൂട്ടീസ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് പ്രിസൺ വിസിറ്റേഴ്സ്. വിസിറ്റ് ഓൺസ് ഇൻ എ മന്ത്. ഓക്കെ, വായിച്ചെടുക്കുക, ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. ഓക്കെ, താങ്ക് യു.